ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും പട്ടികയൊക്കെ വന്നവർ പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. BJP-യുടെയും മത്സരിക്കുന്ന ഏതെങ്കിലും പ്രതീക്ഷയുള്ള സീറ്റുകളിലും അല്ലെങ്കിൽ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സീറ്റുകളിലുമൊക്കെ പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു. അപ്പോഴും കോൺഗ്രസിൻ്റെ പട്ടിക പകുതി സ്ഥലത്തും എത്തിയിട്ടില്ല. ഈ സുധാകരന് മുന്നിൽ ഹൈക്കമാൻഡ് വഴങ്ങുമോ അതോ തീരുമാനം നടപ്പാക്കുമോ? സാർ നമസ്കാരം. നമസ്കാരം. സുധാകരന്റെ മുമ്പിൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വരും സാർ. കാരണം ഇത് കേരളത്തിലെ നേതാക്കന്മാരുടെ പിടിവാശിയാണ്. കാരണം ഇവരിപ്പോ മുഖ്യമന്ത്രി ആരാവും എന്നുള്ള സുധാകരനും കൂടി വന്നാൽ 4ാമത്തെ ആളായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പൊ VD സതീശൻ അതിനെ ഭയക്കുന്നുണ്ട്. പക്ഷെ VD സതീശൻ ഭയക്കേണ്ട യാതൊരു കാരണമില്ല. UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അത് ഉറപ്പിച്ചു പറയുന്നു. ഇടതുപക്ഷം മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ വരൂ. പിന്നെ ഇവർ ഈ അടി കൂടുന്നതൊക്കെ വെറുതെ ആയിരിക്കും. ഹൈക്കമാൻഡിന് ഒരു പ്രശ്നവുമില്ല സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ. പക്ഷെ ഇവർ സംസ്ഥാന നേതൃത്വം വളരെ ടഫായിട്ട് പിടിക്കുകയാണ് സുധാകരനെ ആക്കരുതെന്ന്. കാരണം ഒരാൾ കൂടി കൂടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഇപ്പം രമേശ് ചെന്നിത്തലയും ഓൾറെഡി സതീശനും കൂടെ ഉണ്ടല്ലോ. പിന്നെ ഒരാളങ്ങ് കേന്ദ്രത്തിലുണ്ട്, KC വേണുഗോപാൽ. അപ്പോ ഇവരൊക്കെ എന്താ വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം അധികാരം കിട്ടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനം ഇതാണ് ഇവർ ധരിക്കുന്നത്. പിന്നെ കോൺഗ്രസിന് സുധാകരൻ ഹൈക്കമാൻഡിനെ സുധാകരനെ ധിക്കരിച്ചാൽ കണ്ണൂർ ജില്ലയിൽ 2-3 സീറ്റ് കാണില്ല. അതും കോൺഗ്രസ് ചിന്തിച്ചോളണം. പ്രതിപക്ഷത്തിരിക്കാനൊരു സീറ്റെങ്കിലും കിട്ടൂ സുധാകരനെ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കിയാൽ. അധികാരത്തിൽ കോൺഗ്രസ് വരുവാൻ പോകുന്നില്ല യാതൊരു കാരണവശാലും. കോഴിക്ക് കൊമ്പ് വരുന്ന കാലത്താണ് കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരൂ. ഒരു കാരണത്താൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് കേരളത്തിൽ ഭരണം നടത്തുവാൻ പബ്ലിക് അനുവദിക്കത്തില്ല സാർ. അതിന് യാതൊരു BJP പ്രവർത്തകനായ താങ്കൾ ഇങ്ങനെ കോൺഗ്രസിനെതിരെ ഇത്രയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ട്. എന്തായാലും അല്ലല്ല, കൗതുകം അതിലുണ്ട് സാർ. അതിൽ ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. അല്ലാതെ വെറുതെ പറയുന്നല്ല. നേതാക്കളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. നേതാക്കൾ പബ്ലിക് പറയില്ല സാർ. അത് പബ്ലിക് പറയില്ല. അത് രഹസ്യമായിട്ടുള്ള വിരോധമാണത്. അത് UDF-കാർക്ക് ബുദ്ധിയില്ലാത്തോണ്ടാ. UDF-കാർക്ക് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉദിച്ചിട്ടില്ല. കാരണം 10-80 മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായ ഒരു കക്ഷി പുറത്തുണ്ട്. അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിനെയും കൂട്ടി ഒരു ഭരണ കേരളത്തിൽ ഉണ്ടാക്കാമെന്ന മിഥ്യാധാരണയാ. അത് നടത്തൂല സാർ, അത് നടത്തിക്കില്ല. എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ, പക്ഷേ നിങ്ങളുടെ മോഹം എന്താവും? നിങ്ങൾക്ക് എവിടെയെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ? ഞങ്ങളെ മോഹം കുറച്ച് സമയം എടുത്താലും പ്രശ്നമൊന്നുമില്ല സാർ. ഈ ആപത്തിനെ തടയിടണം. ഇത് അത്യാപത്താണ്. ഈ സതീശന്റെ ജമാഅത്തെ ഇസ്ലാമി ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒന്നുകിൽ സുധാകരന് സീറ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. ഈ രണ്ടിലൊന്ന് തീരുമാനിക്കാതെ ആകെ ഇനി മുന്നിലുള്ളത് 19-20 ദിവസമാണ്. ആ സമയത്ത് കിടന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കാതെ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാർ, സുധാകരന്മാർക്ക് ശനി ദശയാണ് സാർ. കഴിഞ്ഞ 10 വർഷം കാത്തിരുന്ന് വന്ന അവസരം കോൺഗ്രസ് തമ്മിലടിച്ച് അവസാനിപ്പിക്കുന്ന ഒരവസാനം. വഴിയാണെങ്കിലും കോൺഗ്രസ് വിവേകം വീണ്ടെടുത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. മറ്റുള്ളവർക്ക് ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഈ സുധാകരൻ വരട്ടുമ്പോൾ ഇങ്ങനെ വിരണ്ടു പോകാനുള്ളതേ ഉള്ളോ കോൺഗ്രസ് ഹൈക്കമാൻഡ്? കിരൺ സാറ് നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ രാത്രി 2:30 വരെ കാത്തുന്നു. ഇവർക്ക് ഇപ്പൊ കിട്ടും, സുധാകരൻ ഇപ്പൊ കിട്ടും, പോലെ ഒപ്പിട്ട് കൊടുക്കും, പോയി നിന്നോ അറിഞ്ഞാണ്. അപ്പോ ആ 2:30 കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ഇന്ന് ഈ നേരം വരെ സാറേ ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെയാണ്. കാരണം വെച്ചാൽ സുധാകരന് കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള അറിയാൻ വേണ്ടി. സുധാകരന് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഭരണത്തിൽ കയറാ ഓൽക്ക് ഞങ്ങൾ മോശപ്പെട്ട മനസ്സിലുള്ള ഇവിടെ LDF. അപ്പൊ കേറാന്നുള്ളതിന്റെ ആ തണ്ടും വെച്ചിട്ടാണ് ഇപ്പൊ ഈ വലിയ സുധാകരൻ നടക്കുന്നത്. ഈ സുധാകരന്റെ ഈ വളവ് കിട്ടിക്കണോന്ന് പറഞ്ഞ ഓന വന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ പടക്കം പൊട്ടിച്ചു. അപ്പൊ ഞാനും ഇതിന്റെ അടുത്തേക്ക് ഒന്ന് നോക്കുമ്പോ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളെ മറ്റേ കാസർഗോഡ് MLA MP പറഞ്ഞു അതിന്റെ വിവരങ്ങളൊക്കെ. അത് അങ്ങനെ നിങ്ങളൊരു അഭിപ്രായം പറയാണ്, അല്ലാതെ അത് കൊടുത്തിട്ടൊന്നുമില്ല. അയാൾക്ക് ഇവരോട് സംഗതി വസാൽ അയാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞതിന് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ കിട്ടാതെ കിട്ടിയിരിക്കണെന്നും പറഞ്ഞാണ് ഇവിടെ വടക്കം പൊട്ടിച്ച് ആളും പാളും ഒക്കെ കഴിക്കാൻ നിൽക്കുക. ഇനി അഥവാ കിട്ടി ഇവർക്ക് എന്ന് കൂട്ടുക, ഇവിടെ പറഞ്ഞ ഭരണം കിട്ടുന്നുള്ളതിനെ വല്ല ഉറപ്പുണ്ട് അവർക്ക്? ഇവിടെ ഈ ജനങ്ങളെ സ്നേഹിക്കണേ, ഈ കേരളത്തിന്റെ വികസനം, ഈ കേരളത്തിന്റെ എല്ലാ കാര്യം ആസ്പത്രി തൊട്ട് വേറുള്ള തൊട്ട് വനം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പിന്നെ പെൻഷനും കൊടുത്ത് ഒരു പറഞ്ഞത് പെൻഷൻ കൊടുക്കൂല എന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നാൽ പെൻഷൻ കൊടുക്കൂല. ആര് പെൻഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ശ്രീ മുഹമ്മദ്?
ആരാണ് പെൻഷൻ കൊടുക്കില്ലെന്ന് പറഞ്ഞത്? ആ പെൻഷൻ കൊടുക്കൂല എന്നുള്ളത് മറ്റേ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു. ആര് പറഞ്ഞു? പെൻഷൻ കൊടുക്കൂല. ആര് പറഞ്ഞു? ശ്രീ മുഹമ്മദ് ചെന്നിത്തല പറഞ്ഞതില്ല. ചെന്നിത്തലയൊന്നും അങ്ങനെ പെൻഷൻ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. തെറ്റായ പ്രചരണം താങ്കൾ പറയരുത്. പെൻഷൻ 3000 കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ തെറ്റായ പ്രചരണം നടത്തരുത്. അത് ശരിയല്ല. താങ്കൾക്ക് രാഷ്ട്രീയം കാണും. താങ്കളുടെ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.